കുത്തനെയുള്ള കയറ്റത്തിൽ ഒരു വാഹനം ഒരിഞ്ച് പോലും പുറകോട്ട് പോകാതെ എങ്ങനെയാണ് മുന്നോട്ടെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കയറ്റമാണ്, നല്ലൊരു കയറ്റത്തിൻ്റെ തുടക്കമാണിത്. അപ്പം ഇത് നല്ല ഫുൾ ലോഡ് കയറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ വാഹനം ഏതും ആയിക്കോട്ടെ, കാറോ ട്രക്കോ ജീപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വെച്ച് ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കുത്ത് കയറ്റത്തിൽ വാഹനം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഡ്രൈവിങ്ങിലെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അല്ലാതെ ഇത് പ്രൊഫഷണലായിട്ട് ഉള്ള ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ അല്ല, അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഡ്രൈവിങ്ങിൽ തുടക്കക്കാർ മാത്രം കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഒരു കയറ്റത്ത് ചിലപ്പോൾ വാഹനം നിന്ന് എതിരെ നമുക്ക് ഏതെങ്കിലും വണ്ടി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ പുറകെ ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പുറകെ വണ്ടി കാണും. അപ്പോൾ നമുക്ക് കുറച്ച് പോലും പുറകോട്ട് വണ്ടി ഉരുണ്ട് പോകാതെ തന്നെ നമുക്ക് വാഹനം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ഈ ഒരു ടെക്നിക്കിലൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനങ്ങനെ മറ്റ് വീഡിയോകളിൽ പറയുന്നതല്ല. പറയാൻ കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം വ്യൂ ഉണ്ട്, പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ തീരെ കുറവാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. തൊട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെറ്റിങ്സിൽ ഓൾ എന്ന സെറ്റിങ്സിലേക്ക് മാറ്റിയിടുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇപ്പം ഞാൻ ഈ കയറ്റം മാക്സിമം മുന്നോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഇടത് കാല് അതാണ് ക്ലച്ച്. ഇപ്പോൾ കയറ്റം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിരിക്കുകയാണ് വണ്ടി. ഇപ്പം ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനിൽ നിന്ന് വരുന്ന പവർ, അതായത് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ക്ലച്ച് വഴിയാണ് നമ്മൾ ഗിയർ ബോക്സിലേക്ക് വന്നിട്ടാണ് പിന്നെ നമ്മളുടെ ബാക്കി വീലുകളിലേക്ക് ആ പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ഗിയർ ബോക്സ് വഴിയാണ് ആ പവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ക്ലച്ചിനും എൻജിനും ഗിയർ ബോക്സിനും ഇടയ്ക്കുള്ളൊരു കോണ്ടാക്റ്റാണ് ഈ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ കാലിൻ്റെ ഉപ്പൂറ്റി പകുതിയായിട്ട് ഇങ്ങനെ ബ്രേക്കിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഉപ്പൂറ്റി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താ ഭാഷ എന്നറിയില്ല. ഉപ്പൂറ്റി ഇങ്ങനെ കാലിലേക്ക് പകുതി വെച്ചിട്ട് കാല് വറുതേക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ട്. ആക്സിലേറ്ററിനാണ് ഇപ്പം കാല് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ആക്സിലേറ്ററിൽ പകുതി ചെരിച്ചിങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ ബൈറ്റിംഗ് പോയിൻറ്റിൽ ക്ലച്ച് നിർത്തിക്കൊണ്ട് ആക്സിലേറ്ററിൽ കാല് ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് കാണാം. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഇതുപോലെ കയറ്റിൽ നിന്നും കുറച്ച് പോലും പുറകോട്ട് പോകാതെ, ആദ്യം കുറച്ച് പ്രയാസം നിങ്ങൾക്ക് വരും, എങ്കിലും ഒരു 1-2 തവണ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ല രീതിക്ക് എഫക്റ്റീവ് ആകും. അപ്പം നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിനുള്ള മറുപടിയൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിൽ ഏത് വാഹനം വേണമെങ്കിലും ഇത് ഫുൾ ലോഡ് ഉള്ള വാഹനമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നിൽക്കുന്നവർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഉള്ള ടിപ്പുകളും ട്രിക്സുകളും ഒക്കെയാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആഴ്ചയിൽ 2-3 വീഡിയോയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ സമയം ഗ്യാപ്പൊക്കെ പോലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. നമ്മളിത് ഈ ക്ലച്ച് നമ്മൾ ഹാഫ് ക്ലച്ച് ആണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ബൈറ്റിംഗ് പോയിൻ്റ്, അതായത് നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്കിൽ നിന്ന് കാല് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ വലതുവശത്തെ കാല് നമ്മൾ ചെരിച്ച് വെക്കുന്നത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി, അതായത് കാലിൻ്റെ പുറകുവശം, പാദത്തിൻ്റെ പുറകുവശം നമ്മൾ ബ്രേക്കിലും ചവിട്ടുന്നു. കാലിൻ്റെ പെരുവിരൽ ഭാഗം നമ്മൾ ആക്സിലേറ്ററിൽ നമ്മൾ ചവിട്ടിക്കൊണ്ട് ബ്രേക്കിൽ നിന്ന് കാൽ നമ്മൾ കണ്ടോ
റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാലിൽ ഉപ്പൂറ്റി നമ്മൾ ബ്രേക്ക് ചവിട്ടി കൊടുത്തിരിക്കുകയാണ്. കാലിൽ ഉപ്പൂട്ടി ബ്രേക്ക് ചവിട്ടി കൊടുത്തിട്ട് ആക്സിലേറ്ററിൽ നമ്മൾ തള്ളവിരൽ അമർത്തിക്കൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന കാല് നമ്മൾ സ്ലിപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റാണ്. ബൈറ്റിംഗ് പോയിൻ്റിൽ നിന്ന് നമ്മൾ ക്ലച്ചിൽ നിന്ന് പയ്യെ കാല് വലിക്കുന്നു. നിങ്ങൾ 1-2 തവണ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതാണ്. ഏത് വാഹനത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയറ്റമുള്ളിടത്ത് നിങ്ങളിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല കുത്തനെയുള്ള കയറ്റത്ത് മാത്രം ചെയ്യാവുന്ന ഒരു ട്രിക്കാണിത്. അല്ലാതെയുള്ള നിരപ്പുള്ള വഴിക്കൊന്നും ഇത് നിങ്ങൾക്ക് പ്രയോഗിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൽ അത്യാവശ്യം ഒരു നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാറൊക്കെ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ട്രിക്സ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ബോക്സിൽ കൊള്ളാം എന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഒരു വീഡിയോയിലും ഞാനങ്ങനെ പറയുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇനിയും ഒരുപാട് വീഡിയോകൾ വാഹന സംബന്ധമായിട്ടുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്.